വെളിച്ചെണ്ണ വില ചരിത്രം തിരുത്തി കുതിക്കുകയാണ്. കിലോയ്ക്ക് 450 രൂപ വരെ വിലയായി. പച്ചത്തേങ്ങ കിലോയ്ക്ക് 75 രൂപ. തേങ്ങ വിറ്റ് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കർഷകർ വലിയ നേട്ടമുണ്ടാക്കുകയാണ്. പക്ഷെ മാറി മാറി വന്ന സർക്കാരുകൾ മണ്ടവെട്ടിയ തെങ്ങ് കൃഷിയിൽ നിന്ന് കേരളത്തിന് കാര്യമായ നേട്ടമില്ല. ഉൽപാദനം കൂപ്പുകുത്തി. സർക്കാർ നാളികേര കർഷകരെ പ്രത്യേകം ദ്രോഹിച്ചതല്ല, എല്ലാ കർഷകരെയും കൈയൊഴിഞ്ഞ കൂട്ടത്തിൽ അവരും പെട്ടു. വിലയിടിവ്, രോഗങ്ങൾ, താറുമാറായ സംഭരണം, വന്യജീവി ആക്രമണം, കൃഷി ഉപേക്ഷിക്കൽ എന്നിങ്ങനെ പല കാരണങ്ങളാൽ കേരളത്തിലെ നാളികേര ഉൽപാദനം കുത്തനെ കുറഞ്ഞു. നാളികേരത്തിന്റെ നാട് ഈ ഓണത്തിന് പച്ചക്കറിയും പഴങ്ങളും പലചരക്കിനുമൊപ്പം വലിയ തോതിൽ തേങ്ങയും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വാങ്ങും. നമ്മുടെ ഓണം അവരുടെ പണപ്പെട്ടി നിറയ്ക്കും. കർഷകർക്ക് പിന്തുണ കൊടുക്കുകയും അതേസമയം സബ്സിഡി നൽകി സപ്ലൈകോ വഴിയും റേഷൻ കട വഴിയും വില കുറച്ച് വെളിച്ചെണ്ണ വിൽക്കുകയും ചെയ്യേണ്ട സമയമാണിത്. കേന്ദ്രം ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതിക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ 20% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതോടെയാണ് വില വർദ്ധിക്കാൻ തുടങ്ങിയത്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യ എണ്ണയുടെ 57% ഇറക്കുമതിയായിരുന്നതിനാൽ മറ്റ് ചെലവുകളും വർദ്ധിച്ചതോടെ പാം, സൂര്യകാന്തി, സോയാബീൻ എന്നീ എണ്ണകളുടെ വില ഉയർന്നു. ഇതോടെ കേന്ദ്രം ഇറക്കുമതി തീരുവ 10% കുറച്ചു. മെയ് 31 മുതൽ വില കുറയുമെന്ന് കരുതിയെങ്കിലും ഫലമുണ്ടായില്ല. രാജ്യാന്തര സമ്മർദ്ദമുണ്ടായാൽ ഈ തീരുവയിൽ കേന്ദ്രം കർഷകർക്കൊപ്പം നിൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. റബ്ബറിന്റെ കാര്യം ഓർത്താൽ മതി. രാജ്യത്തെ ഭക്ഷ്യ എണ്ണയുടെ ആവശ്യം 20 വർഷത്തിനിടെ 3 ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തു. ബേക്കറി പലഹാരങ്ങളുടെ ഉപയോഗം ഏറിയതും ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സംസ്കാരം വളർന്നതും ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു. ഇത് പൊതുജനാരോഗ്യത്തെ അപകടത്തിലാക്കി എന്നത് വേറെ കാര്യം. വെളിച്ചെണ്ണയുടെ വില വർധന കേരളത്തിന് നേട്ടമുണ്ടാക്കാമായിരുന്ന കാര്യമാണ്. പക്ഷെ ഒരിക്കൽ രാജ്യത്ത് നാളികേര കൃഷിയിലും ഉൽപാദനത്തിലും ഒന്നാമതായിരുന്ന കേരളം കർണാടകത്തിനും തമിഴ്നാടിനും പിന്നിൽ മൂന്നാമതായി. വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ ആ രണ്ട് സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ കർഷകർക്കൊപ്പം നിന്നു. 2017-18 സാമ്പത്തിക വർഷം 845.2 കോടി തേങ്ങ ഉൽപ്പാദിപ്പിച്ച കേരളത്തിൽ 2023-24 ഉൽപാദനം 564.7 കോടിയിലേക്ക് കൂപ്പുകുത്തി. അതായത് 5 വർഷം കൊണ്ട് 300 കോടി കുറഞ്ഞു. 1956 രാജ്യത്തെ തെങ്ങ് കൃഷി വിസ്തൃതിയുടെ 69%, ഉൽപാദനത്തിന്റെ 73% കേരളത്തിലായിരുന്നു. 2020-21 കണക്കനുസരിച്ച് ഇത് യഥാക്രമം 35%, 33%. നമ്മുടെ അഭിമാനമായിരുന്ന നെല്ലുൽപാദനത്തിൽ ഉൾപ്പെടെ ഈ കുറവ് ദൃശ്യമാണ്. കേരളത്തിന്റെ തകരുന്ന കാർഷിക മേഖലയെക്കുറിച്ച് ദീപിക റിപ്പോർട്ടുകളിലൂടെയും മുഖപ്രസംഗങ്ങളിലൂടെയും നിരവധി മുന്നറിയിപ്പുകൾ ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ജനം അറിയുന്നുണ്ട്. മാറ്റം വരുത്തേണ്ട ഭരണകൂടം അറിയുന്നുണ്ടെങ്കിലും തല പൂഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1,12,000 കർഷകർ ജീവനൊടുക്കിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ഇന്നലെ അന്നമൂട്ടുന്നവരെ ആർക്കും വേണ്ട എന്ന തലക്കെട്ടിൽ ദീപിക റിപ്പോർട്ട് ചെയ്തിരുന്നു. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണത്. എവിടെ പോയി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക സ്നേഹം? തേങ്ങയിലേക്ക് തിരിച്ചു വന്നാൽ തമിഴ്നാട് നാളികേര കർഷകർക്ക് ചെയ്തു കൊടുക്കുന്നതറിയാൻ കൃഷിവകുപ്പ് മന്ത്രിയോ ഉദ്യോഗസ്ഥരോ കമ്പം, തേനി, കോയമ്പത്തൂർ, നാമക്കൽ, ദിണ്ടിഗൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. കേരളത്തോട് പടവെട്ടിയാണ് കമ്പത്തെയും തേനിയിലെയും തരിശു നിലങ്ങളെ പോലും മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് അവർ ഒന്നാന്തരം തെങ്ങിൻ തോപ്പുകളാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ തമിഴ്നാട്ടിലും കർണാടകത്തിലും നാളികേരോൽപാദനം വർദ്ധിച്ചത് സർക്കാരുകൾ കർഷകന് കൊടുത്ത പിന്തുണ കൊണ്ടാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം അവർ വിജയകരമായി നടപ്പാക്കി. പക്ഷെ 50,000 കോടി വിറ്റുവരവ് പ്രതീക്ഷിച്ച് 2014 ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന നീരയുടെ ഇന്നത്തെ സ്ഥിതി നോക്കിയാൽ മാത്രം മതി നമ്മുടെ കെടുകാര്യസ്ഥതയുടെ ആഴമറിയാൻ. നല്ല തുടക്കമായിരുന്നെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. ഉപോൽപ്പന്നങ്ങളാകുമെന്ന് കരുതിയ ശർക്കരപ്പാവ്, പഞ്ചസാര, തേൻ ഒന്നുമില്ല. സർക്കാരിനെ വിശ്വസിച്ച് രംഗത്തിറങ്ങിയവർ കടക്കണിയിലായി. അതിന്റെ പേരിൽ 12 കമ്പനികളും 260 ഫെഡറേഷനുകളും കൂടാതെ 5000-ൽ പരം സൊസൈറ്റികളും രൂപീകരിച്ചു. എല്ലാം കെടുകാര്യസ്ഥതയിൽ ഒതുങ്ങി. റബ്ബറിനും നെല്ലിനുമൊപ്പം തെങ്ങും നാട് നീങ്ങുകയാണ്. കൃഷി നഷ്ടമാണെന്ന മുന്നറിയിപ്പുകളുടെ കാലം കഴിഞ്ഞു. സർക്കാരുകളുടെ നിഷ്ക്രിയതയ്ക്കൊടുവിൽ കർഷകരിൽ വലിയൊരു പങ്ക് കാർഷിക വൃത്തി ഉപേക്ഷിച്ചു. മറ്റ് നിവൃത്തിയില്ലാത്തവരും കൃഷിയാണ് ജീവിതമെന്ന് കരുതുന്നവരുമാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഭരണകൂടത്തിന് പരിഹരിക്കാവുന്നതാണ് ഇന്നത്തെ ദുരവസ്ഥ. തമിഴ്നാടും കർണാടകവും മാത്രമല്ല, ആന്ധ്രയും ഒഡീഷയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും തെങ്ങിൽ നിന്ന് വരുമാനം കണ്ടെത്തി. തമിഴ്നാട് വിദേശങ്ങളിലേക്ക് തേങ്ങ കയറ്റി അയക്കാനും തുടങ്ങി. താങ്ങുവില കൊടിയ നഷ്ടം ഒഴിവാക്കാനുള്ള ആശ്വാസ ധനമാണ്. കർഷകർക്ക് അതിനൊപ്പം സബ്സിഡിയും മികച്ച വിപണിയും ഉറപ്പാക്കുകയാണ് കേരളം ചെയ്യേണ്ടത്. ഒപ്പം താങ്ങാവുന്ന വിലയ്ക്ക് വെളിച്ചെണ്ണ ഉപഭോക്താവിന് ലഭ്യമാക്കുകയും വേണം. 450 രൂപ കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങി കറിക്ക് കടുക് പൊട്ടിക്കാൻ നിവർത്തിയില്ലാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. കൃഷിയിടങ്ങളെ സഹായിക്കാത്തവർ അടുക്കളയെ സഹായിക്കുമോ? രണ്ടും സാധ്യമാണ്, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ.